യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ച് ആക്രമണ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ടിൻഡു ദാസുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ടിൻഡു, ഇത്തരത്തിൽ ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റിന്റെ കാരണം എന്താണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എപ്പോഴായിരുന്നു അറസ്റ്റ് നടന്നത്? വിഷു ശർമ്മ, ഇന്ന് രാവിലെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്നത്. വിവിധ ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ച് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആ മാർച്ചിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് പരിസരത്തും വ്യാപകമായ അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത്. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും DCCയിലേക്ക് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വലിയൊരു വേറൊരു മാർച്ച് നടന്നിരുന്നു. അതിൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വി ഡി സതീശൻ 1-ാം പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ 2-ാം പ്രതിയും ഷാഫി പറമ്പിൽ 3-ാം പ്രതിയാക്കിക്കൊണ്ട് കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ 2-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച കേസിലും അതുപോലെ തന്നെ അക്രമാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലും പോലീസുകാരെ മർദ്ദിച്ച കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം DCCയുടെ മുന്നിൽ വെച്ച പിങ്ക് പോലീസിന്റെ വാഹനം തല്ലി തകർത്തത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. നമുക്കറിയാം, അന്നത്തെ ദിവസം തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് തലസ്ഥാനം കണ്ടത്. പോലീസുകാരെ ആക്രമിക്കുകയും പോലീസിന്റെ സുരക്ഷാ ഷീൽഡുകൾ അടിച്ചു പൊട്ടിക്കുകയും ഹെൽമറ്റ് അടിച്ചു പൊട്ടിക്കും, അതോടൊപ്പം തന്നെ ജലപീരങ്കി ഉൾപ്പെടെയുള്ള പോലീസ് വാഹനങ്ങളുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പലതവണ ചാടിക്കയറാൻ ശ്രമിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സുരക്ഷയ്ക്കായി നിന്ന പോലീസുകാരെ വ്യാപകമായ രീതിയിൽ മർദ്ദിച്ചു. തുടർന്നാണ് DCCയിലേക്ക് മാർച്ച് ചെയ്തത്. DCCയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഘട്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. DCCയുടെ മുന്നിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് വ്യാപകമായിട്ടാണ് മർദ്ദനമേറ്റത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഈ കേസിലൊക്കെ 1-ാം പ്രതി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. അതോടൊപ്പം തന്നെ 2-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ ഈ അക്രമങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. കണ്ടോൺമെന്റ് പോലീസാണ് കേസുമായി സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത്. അതിന്റെ തുടർച്ചയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രധാന നേതാക്കന്മാരിലേക്കും കേസുകൾ പോയിട്ടുണ്ട്. കോവളം MLAയും വിൻസെന്റ്, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ തുടങ്ങിയ MLAമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ ഈ രാത്രിയിൽ അല്ലെങ്കിൽ കണ്ടോൺമെന്റ് പോലീസ് വീട്ടിലേക്ക് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ടിൻഡു തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന ദിവസം തലസ്ഥാനം യഥാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നു, തിരിച്ചാക്രമിക്കുന്നു. അത്തരത്തിൽ വലിയൊരു അക്രമ പരമ്പര തലസ്ഥാന നഗരം കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. അതിന് ഉടനടി നടപടി സ്വീകരിക്കാതെ ഇന്നിപ്പോൾ രാത്രിയിൽ പോലീസ് വീട്ടിലേക്ക് എത്തി രാഹുലിനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അത്തരത്തിൽ ഒരു നടപടിയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. തീർച്ചയായും വിശ്വ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ആഴ്ച പിന്നിടുമ്പോൾ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ വ്യക്തമായിട്ടുള്ള തെളിവ് ശേഖരണവും മറ്റുമായിരിക്കും. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം തന്നെ ആയിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 2 ആഴ്ചകൾക്ക് മുമ്പ് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് നടക്കുമ്പോൾ SI ഉൾപ്പെടെയുള്ള, അതായത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സ്റ്റേഷൻ SI ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് മുറിവേറ്റിരുന്നു. അതുപോലെ
അതുപോലെ തന്നെ പരിക്കേറ്റിരുന്നു, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് UDF-ന്റെ നേതൃത്വത്തിൽ DGPയുടെ ഓഫീസിലേക്ക് ഒരു വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ചിൽ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നേരിട്ട് ഉള്ള അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നേരിട്ടുള്ള നിർദ്ദേശം എന്നോണമായിരിക്കണം ആ മാർച്ചിൽ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുകയും മാർച്ച് ഒരു അടിയായി മാറുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം പോലീസിനെ പ്രകോപിപ്പിക്കാനായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പല ഘട്ടങ്ങളിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെയൊക്കെ ഫലമാണ് ഇത്തരത്തിലുള്ള വലിയൊരു തലസ്ഥാനം ഒരു സംഘർഷഭരിതമായ അല്ലെങ്കിൽ തലസ്ഥാനത്തൊരു വലിയൊരു സംഘർഷം എന്ന രീതിയിലേക്ക് പോകുന്ന ആ സംഘർഷം പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള തമ്മിൽ തല്ലുന്ന ഒരു ഘട്ടങ്ങളിലേക്കൊക്കെ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ 2 ആഴ്ചത്തെ ഒരു സമയം ഈ കേസിൽ എടുക്കേണ്ടി വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷങ്ങളിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ നാശനഷ്ടങ്ങളിലും പോലീസിനെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള കേസിലാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 പേരാണ് പ്രതികൾ. 1-ാം പ്രതി VD സതീശനും അതുപോലെ 2-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ രാഹുലിനെ തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു ശർമ്മ.